ഹലോ ഗൈസ്, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയല്ലേ, അത് കാരണം എന്തോ തുണിയൊക്കെ ഉണക്കാൻ ഭയങ്കര പാട്. പിന്നെ നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ ഗൈസ്, എന്ത് വന്നാലും നമ്മളതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വീണ്ടും അത് ആവർത്തിക്കും. അപ്പോൾ മഴയാണോ വെയിലാണോ ഏറ്റവും നല്ലത്? എനിക്ക് പേഴ്സണലി ഞാൻ ചോദിച്ചാൽ തണുപ്പാണ്. കാരണം ചൂട് വന്നാൽ പണ്ടാരടങ്ങും. പിന്നെ മഴ വരികയാണെങ്കിൽ വെയിലൊട്ടും കാണത്തില്ല, തുണി ഉണക്കാൻ ഭയങ്കര പാട്. പിന്നെ എന്താ ചെയ്യുക, എല്ലാം നേച്ചറല്ലേ, ഇപ്പോൾ സഹിച്ചേ പറ്റൂ. ഇപ്പം ഞാൻ കഴുകുന്ന തുണിയൊക്കെ കട്ടിലിൻ്റെ പുറത്തൊക്കെ ഇട്ട് ഒരു വിധത്തിലാണ് ഉണക്കിയെടുക്കണം. അതൊന്നും ഒരു തുണി ഇട്ടിട്ട് ഇപ്പം ഞാൻ നേരെ പോകുന്നത് ഗൈസ് നമ്മുടെ ട്രിവാൻഡ്രം പേട്ടയിലുള്ള കൂടുതൽ ബ്യൂട്ടി ലോഞ്ച് എന്ന് പറഞ്ഞ സലൂണിലാണ്. അവിടെ പോയപ്പോൾ അതേ ഒരു ബ്ലാക്ക് ഉടുപ്പൊക്കെ കണ്ടു, കൊള്ളാലോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അഫോർഡബിൾ റേറ്റാണ്. കുറേ പേര് എനിക്ക് റെക്കമെൻഡ് ചെയ്തായിരുന്നു, ശ്രുതി നല്ലതാണ് ഈ ടാനും പിഗ്മെൻറ്റേഷനൊക്കെ. നീ കിടന്ന് തെരാപ്പര റോഡിലൊക്കെ അലയണമല്ലേ, അപ്പോൾ ഫേസൊക്കെ ആകെ ഡള്ളായിരിക്കും ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ കുറച്ച് അധികം നന്നായിട്ട് കെയർ ചെയ്യും കേട്ടോ. ഞാൻ ബോഡി നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞില്ല, ചത്ത് കിടന്നാൽ ചമഞ്ഞ് കിടക്കണം. സോ അമ്മാതിരി ഒരു ക്യാരക്ടറാണ് ഞാൻ. പോയി ഹൈഡ്രാ ഫേഷ്യൽ ഒരു 1.25 മണിക്കൂർ നല്ലതായിട്ടിരുന്നു കേട്ടോ. നല്ല സർവീസൊക്കെ ആയിരുന്നു, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഹെയർ വളർന്നിരിക്കുകയല്ലേ, അതും കൂടെ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യാമെന്ന് വരുത്തി കട്ട് ചെയ്ത് ഒന്ന് അവസാനം മുട്ടക്കുട്ടിയായിപ്പോയി. മുടിയെല്ലാം കൂടെ വെട്ടിക്കോളാക്കി. അത് നിങ്ങൾക്ക് വരും വീഡിയോയിൽ നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിരിക്കാം ഇൻസ്റ്റയിൽ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ മഴ. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. ഭയങ്കര മഴയുടെ ബായോ എന്നൊക്കെ ചായ കുടിച്ചിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന്. പാവ മഴയത്തും വെയിലും കൊണ്ട് ഹെൽമെറ്റ് വെച്ച് ഓടി വന്നു. നമ്മൾ രണ്ടുപേരും കൂടെ നേരെ പോയത് വെൺപാലവട്ടം എന്തോ ആണ് കേട്ടോ സ്ഥലത്ത്, ഈ കോഫി എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി അത് ഭയങ്കര അറ്റ്മോസ്ഫിയർ കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ടൈം അവിടെ പോകുന്നത്. നമുക്കൊരു റെസ്റ്റോറൻറ്റോ ടീ ഷോപ്പ് എന്നേ തോന്നുകയില്ല, ഒരു വൃത്തിയിട്ട പട്ടി. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അതിൻ്റെ അകത്ത് പോയി ക്യാപ്പച്ചീനോ, സൂപ്പർ പനീർ വിത്ത് ചിക്കനൊക്കെ ഉള്ള മോമോസൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. അവിടെ സർവീസൊക്കെ എനിക്കിഷ്ടമായി. അത് കഴിഞ്ഞിട്ട് എന്താണ് വീഡിയോ വരൂ എനിക്ക് എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മഴയായിരുന്നു. സോ ആ മഴയൊക്കെ കൊണ്ടിട്ട് എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയത് ഇവിടെയാണ്, എനിക്ക് ശരിക്കും ഓർമ്മയില്ലല്ലോ, ഐ തിങ്ക് മാക്സിലാണ് പോയെന്ന് തോന്നുന്നു. മാക്സിൽ എനിക്ക് ഒന്ന് രണ്ട് ക്ലോത്ത്സ് എടുക്കണമായിരുന്നു. അയ്യോ മഴ പെയ്യണു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. സോ മാക്സിൽ പോയി ഐ തിങ്ക് അവിടെ നിന്ന് എന്തോന്ന് എടുത്തു. എനിക്ക് തോന്നുന്നു അത് ടോപ്പാണെന്ന് തോന്നുന്നു, എന്തോ ഒരെണ്ണം എടുത്തു. പിന്നെ അവിടെ നിന്ന് നേരെ തണുപ്പല്ലേ, അപ്പോൾ ഞാൻ എന്തിനാ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു ബായോ. അയ്യോ ഇതുവരെ തീർന്നില്ലേ? ഇപ്പോഴും ഞാൻ ഈവ്സ് കോഫിയിൽ തന്നെ നിൽപ്പുണ്ട്. കാരണം അവിടുത്തെ നിറച്ചും ബുക്സ് ഉണ്ട്, പിന്നെ കളിക്കാനുള്ള പ്ലേ ഏരിയ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളും ഒരു പ്രാവശ്യം പോയി ട്രൈ ചെയ്യണം, ഇറ്റ്സ് നൈസാണ്. നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയിരിക്കണ ഫീലേ തരില്ല, ഒരു വീടിൻ്റെ അകത്തുനിന്ന് കോഫി കുടിക്കണ പോലെ നൈസായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന മാക്സിൽ ഞാൻ പോയത് 9:30 അതല്ല ക്ലോസിങ് ടൈമായിരുന്നു. എന്നാലും പോയി എന്തോ ഒരു സംഭവം എടുത്തിട്ട് നേരെ പോയത് ഒരു നല്ല കിടുക്കച്ചി സുലൈമാനി ഒരു കട്ടൻ കുടിക്കാൻ ശംഖുമുഖത്ത് നല്ല കടലുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറി ഇപ്പോൾ ഒന്നത് പൊക്കത്തിൽ കെട്ടിയിരിക്കുന്നതുകൊണ്ട് റോഡ് വരെ വരത്തില്ല. കഴിഞ്ഞ വർഷമൊന്നും പറയണ്ട, റോഡ് ഫുള്ള് പൊക്കിക്കൊണ്ടുപോയി. പിന്നെ മിൻ്റൊക്കെ ഇട്ട് ഒരു കട്ടൻ എന്തോ ഒരു സംഭവം കൊണ്ടുവന്നു, ഒടുക്കത്തെ കയ്പ്. അവസാനം ഞാൻ അത് അവനെ തിരിച്ചേൽപ്പിച്ചിട്ട് വേറൊരു കട്ടൻ കുടിച്ചു, അതും ഭയങ്കര കയ്പായിരുന്നു. പിന്നെ വിചാരിച്ചു അയ്യോ ചായ കുടിച്ചാൽ മതിയായിരുന്നു എന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി അവസാനിക്കുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഞാനെടുത്ത വീഡിയോ ആണ്. എങ്ങനെയുണ്ട്, ഇഷ്ടമായിട്ടുണ്ടോ? സോ കട്ട് ചെയ്തതിന് വേറെയും കുറേ പേഴ്സണൽ പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? ലവ് യു ഗൈസ്.